ഈ മോഡൽ ഒരു ചട്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു പണി പറ്റിച്ചു. എന്തോരം വലയ അമ്മ മേടിക്കണേ. 3 പുതിയതാണോ? അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ് എന്തൊക്കെയാണ് അമ്മയുടെ വിശേഷങ്ങൾ? അടുക്കളയിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എന്തൊക്കെയാണ്? ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ വീട്ടില്. അതിന് പോയി വന്നു. പിന്നെ കരോള് പരിപാടി, റെസിഡൻസിന്റെ പ്രോഗ്രാം, എല്ലാ പരിപാടിയും തീർന്നു. ഭയങ്കര ബിസി ആയിരുന്നില്ലേ എല്ലാ ദിവസങ്ങളും? ഒരാഴ്ച ജൂബിലി പെരുന്നാളിന്റെ അന്നേരം തുടങ്ങിയതാ. ജൂബിലി സ്മരണ പെരുന്നാൾ തുടങ്ങി ബിസി ആയിരുന്നു. മൊത്തം കരോള് പരിപാടി, റെസിഡൻസ് കരോള്, റെസിഡൻസിന്റെ പ്രോഗ്രാം, ആനുവൽ പ്രോഗ്രാം എല്ലാം. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞത് 31-ാം തീയതിയാണ്. അപ്പൊ 31-ാം തീയതി ന്യൂ ഇയറിന് വേണ്ടി ഒരു ഐറ്റം തയ്യാറാക്കുക. മധുരമുള്ളതല്ല, മധുരമുള്ള ഐറ്റം അപ്പൊ വാങ്ങിച്ച് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മധുരയില്ലാത്ത ഒരു ഐറ്റം, വളരെ പഴമയുള്ള ഒരു ഐറ്റം. അപ്പൊ ഈ ഐറ്റം എന്താണെന്ന് ന്യൂ ഇയർ ദിവസത്തെ വീഡിയോയിൽ കാണാം. പണ്ട് കാലത്ത് ക്രിസ്മസ് സമയങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങളിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? എന്തൊക്കെയായിരുന്നു അന്നത്തെ പലഹാരങ്ങള്? അന്നത്തെ പലഹാരം കള്ളപ്പവും പിടി. വട്ടയപ്പം ഇല്ലേ? വട്ടയപ്പം ക്രിസ്മസിനൊന്നും അല്ല, സാധാരണ ഇതിലൊക്കെ ഉണ്ടാക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് വേണ്ടേ, ഇറച്ചി കൂട്ടി കഴിക്കാനായിട്ട്. അന്നത്തെ കാലത്ത് 50 നോയമ്പിന് 50 ദിവസവും 25 നോയമ്പിന് 25 ദിവസവും ഒക്കെ നോയമ്പെടുത്തേക്കുമല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് വീടുമ്പോ സ്ട്രോങ് ആയിട്ടുള്ളതാ. വട്ടയപ്പം ഉണ്ടാക്കണ നമ്മുടെയൊക്കെ നാടുകളിൽ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയാ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പം കഴിക്കാറില്ല. നമ്മളിപ്പോ ഒരു ട്രെൻഡ് എടുത്തേക്കണം, മധുരയില്ലാത്ത വട്ടയപ്പം ഉണ്ടാക്കി കറി കൂട്ടി കഴിക്കണം. നമ്മള് കൊണ്ടുവന്നതാ നമ്മളായിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല കേട്ടോ. അപ്പൊ അത് രണ്ടുമാണ്. പണ്ടത്തെ കാലത്ത് പിന്നെ നല്ല രസം, വീടുകളിലുള്ള എല്ലാരും കൂടെ ഇരുന്നല്ലേ പിടിക്കൊക്കെ കുഴയ്ക്കണത്. ഉരുളിയിലാ ഇമ്മണിയൊന്നും അല്ല, 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും പണ്ടമാന. അപ്പൊ വീട്ടിലുള്ള എല്ലാരും അങ്ങ് ഇറങ്ങും കുഴയ്ക്കാനും ഉരുട്ടാനുമായിട്ട്. അതിൽ കുഴയ്ക്കാൻ സമർത്ഥൻ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ കുഞ്ചാച്ചനാ, വീഡിയോയിൽ വന്നിച്ചാൽ. പിന്നെ ഇപ്പൊ അമ്മാച്ചനും കുഴയ്ക്കുന്നു നന്നായിട്ട്. അങ്ങനെ ഈ വർഷം നമ്മൾ ഇടാൻ പോകുന്ന അവസാനത്തെ വീഡിയോയാണ് ഇന്ന്. 31-ാം തീയതിയാണ്. അതെ. അപ്പൊ എന്താണ് അമ്മയ്ക്ക് ഈ വർഷത്തെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ ഒറ്റ സെന്റൻസിൽ പറഞ്ഞോ. സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു വർഷമായിരുന്നു. ഓ എനിക്ക് വയ്യ. അപ്പൊ ഇത് കേക്കണ്ട. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ, പക്ഷെ അതിലുപരി കൂടുതൽ ദുഃഖങ്ങൾ സമ്മാനിച്ച വർഷം. അങ്ങനെ എനിക്ക് പറയണം, എന്നാൽ എന്റെ മനസ്സ് ക്ലിയർ ആയി കിട്ടുമോ. അപ്പൊ വരുന്ന വർഷം വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും നല്ല നല്ല പ്രതീക്ഷകളും നല്ല നല്ല അനുഭവങ്ങളും ദൈവം കൊടുക്കട്ടെ. അതെ. അപ്പൊ നമുക്ക് ഒഫീഷ്യലി ഗുഡ് ബൈ 2023 ആൻഡ് വെൽക്കം 2024. അതെ. കൊറേ സാധനങ്ങളുണ്ടല്ലോ, ഞാൻ കാണാത്ത സാധനങ്ങള്. അപ്പൊ എന്നോട് പറയൂ കേട്ടോ, എന്നാ കട മുഴുവൻ മൺചട്ടിക്കട മുഴുവൻ മേടിച്ചോ, 1000 ചട്ടി നിനക്ക് ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ 2 പൂജ്യം കളഞ്ഞാ മതി. 10 ചട്ടി ഉണ്ടോ? 10 ചട്ടി ഉണ്ടോ? കൂടുതലൊക്കെ ഉണ്ടോ? ആ ഇഷ്ടം. അത് വേണമെങ്കിൽ ഒരു ദിവസം ആ വരപ്പരയിട്ടില്ലേ എടുത്തു വെച്ചു മൊത്തം അങ്ങ് കാണിച്ചു. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ചിലതൊക്കെ ഇല്ലേ ഉപയോഗിക്കാത്തോണ്ട് പൂത്തായിരിക്കണം. അല്ല, എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഈ മോഡൽ ഒരു ചട്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു പണി പറ്റിച്ചു. ഞാൻ പറ്റിച്ചതല്ല, ഞാൻ ഈ ചട്ടികളെല്ലാം നോക്കി വെച്ച് പോയി അവിടെ. അപ്പൊ ഞാൻ ആ ലേഡിയോട് പറഞ്ഞു, ഒരു ചെറുതാ, ഇതിൽ ഇച്ചിരി ചെറുതമ്മക്ക് അതിന്റെ ആവശ്യമുള്ളൂ, എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പുറേ കടയിലൊക്കെ പോയി വെച്ച് വരെ ഇത് ആർക്കും കൊടുക്കരുതെന്ന്. അവർക്ക് നമ്മളെ പരിചയമില്ലാത്തവരല്ലേ. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇതിന്റെ മുക്കാലും വരുമ്പോൾ എടുത്തു വെച്ചേർന്ന ആളെ സ്ത്രീ എടുത്തു വെച്ചില്ല. ഞാൻ പറ്റിച്ചു വെച്ച് പോവാന്നോർത്ത് അവര് വന്നേ ആക്കും കൊടുത്തു. ഇത് പക്ഷെ ഇത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. ഇത് 200 രൂപ. രൂപയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഈ വലിപ്പം നമുക്ക് ഇച്ചിരി അധികം പറ്റാം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക്. അപ്പം ചൂടാനല്ല കേട്ടോ, എനിക്ക് കൊച്ചു കൊച്ചു കറികൾ വെക്കാനായിട്ട് ഇങ്ങനെ കുഴയുള്ള ഇങ്ങനെ ഒരു ചട്ടി. അപ്പൊ അന്നേരെ ഇത് തന്നെ അവരെന്നോട് പറയൂ കേട്ടോ, ചേച്ചി എന്നാ ബ്ലാക്ക് എടുത്തോളാം. ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം റെഡാണ്, ഞാനിത് തിരിച്ചു വരാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളത് കൊടുത്തു, എനിക്കപ്പോ അത് കിട്ടിയില്ല. എങ്ങനെയായെങ്കിലും ആവട്ടെ,
വേറെ പല കടകളും ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒതുക്കത്തിനുള്ള ചട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുത് മേടിച്ചു. അപ്പൊ പറയണ്ട് വലുത് ഇരുന്നോട്ടെ എന്ന്. ചെറുതാണ് പിന്നെ ഗുണമെന്നറിയാമോ, കാണാൻ ഇച്ചിരിയുടെ ഭംഗിയാണ്. കറുപ്പ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പൊ ഞാനൊരു ചുമപ്പ് എടുത്തു. 200 rupees റേറ്റ്. അടപ്പേട്ട കിട്ടിയോ? ഇല്ല ഉണ്ട്, പക്ഷെ എല്ലാം ചിഹ്നം വിണ്ടിരിക്കണത്. അതിന് നമുക്ക് അങ്കമാലിക്ക് പോകുമ്പോ കരിങ്ങാശ്ശേരിന്ന് മേടിക്കാം. അവിടെ എപ്പോഴും ഉണ്ട്. പള്ളിയുടെ ഓപ്പോസിറ്റ് പാസ്പോർട്ട് ഓഫീസില്ലേ, അതിന്റെ തൊട്ട ഏരിയയിൽ ഒരു സ്ത്രീ സ്ഥിരം വെച്ചോണ്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് മയക്കണതൊന്ന് കാണിക്കാം. അല്ല, ഇത് മയക്കിതാ. ആണോ? ഓ, അപ്പൊ മയക്കിയൊക്കെ വരുമോ? അപ്പൊ മയക്കി വരും, അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ. അത് ശരി. 2 ദിവസം കഞ്ഞോളം ഒഴിച്ചിട്ടാ മതി. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക്. കഞ്ഞിവെള്ളം എടുക്കുമ്പോഴേ കഞ്ഞിവെള്ളം ഒഴിച്ചിടുന്നത്. കാരണം പണ്ട് നമ്മൾ ചെയ്തതാണെങ്കിലും ഒത്തിരി പേര് ഇപ്പൊ വീണ്ടും ചോദിക്കേണ്ടത്. അത് മൺചട്ടിക്കടയിൽ നിന്ന് ഇത് മാത്രമേ മേടിച്ചു. അതായിരുന്നു ആവശ്യമുള്ളൂ. ചട്ടികൾ വേറെ ഉണ്ട്. പിന്നെ മൂടിയ പാത്രം നോക്കി അത് നല്ലതുണ്ടായില്ല. അതോ എനിക്ക് ഒരെണ്ണം മേടിക്കണം, ഞാൻ കരിങ്ങാശ്ശേരിന്ന് മേടിച്ചോളാം. പിന്നെ എൻ്റെ കൗതുകത്തിന്റെ പേരിൽ വെക്കാൻ സ്ഥലമില്ലെങ്കിലും ഒരു സ്പൂണൊക്കെ ഇടാൻ ഒരു സ്റ്റാൻഡ് മേടിച്ച സിംഗിൾ. ഇതിന്റെ 30 rupees ആണ്. അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. അവരുടെ തന്നെ വഴിയോര കടക്കാരുടെ തന്നെ വേറൊരു സാധനം മേടിച്ചു. ആഹാ, നല്ല ഗ്ലാസ് ആണല്ലോ. ഓ, ഇത് നല്ലതാട്ടോ. നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യുമ്പോഴേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരു കപ്പ് വേണം എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ ക്രിസ്റ്റലിന്റെ അപ്പയ്ക്ക് റിട്ടയർമെന്റിന് കിട്ടിയ 6 കോഫി മഗ്ഗും അതിന്റെ സോസറും ഉണ്ട്. അത് ക്രിസ്റ്റലാണ്. അത് ഡിസൈൻ ഉള്ളത് കൊണ്ട് അത് ഡിസ്പ്ലേക്ക് പറ്റൂല. അപ്പൊ അത് ഇതിൽ ഇച്ചിരി ചെറുതോ. ഇത് പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ അപ്പൊ ഞാനിത് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒഴിച്ചൊക്കെ കാണിക്കാൻ നല്ലതാണ്. 40 rupees ആണെന്ന് തോന്നുന്നു. അത് നല്ല സിംഗിൾ ആയിട്ട് മേടിക്കുമ്പോഴേ, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. ഓ, കുഴ മാത്രം പിടിക്കാൻ ഇച്ചിരി പാടാ, പക്ഷെ ഡിസ്പ്ലേക്ക് നല്ലതായിട്ട്. അല്ല, നമ്മളത് കാപ്പി കുടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, കറി എടുത്ത് വെക്കാൻ. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. മീൽസേപ്പിൽ തിരികെ കയറ്റുന്ന അതൊക്കെ സ്പേസ് ആണ് നമുക്കൊരു പ്രശ്നം. ഇതൊക്കെയാണ് അടുക്കള സാധനങ്ങൾ അമ്മ മേടിച്ചത്, പെരുന്നാളിന് പോയപ്പോ മേടിച്ചത്. വല പുതിയതാണോ? എന്തോരം വലയാ അമ്മ മേടിക്കണേ. 3 പുതിയതാണോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് പെട്ടിക്കാരുടെ അല്ല, ജോൺസൺ ചേട്ടന്റെ. അത് ശരി. അയ്യോ, നമുക്ക് അവിടെ പോയി കുറച്ച് വാങ്ങിക്കണത് എടുക്കാം. അവിടെ പോയി വാങ്ങിക്കണം. പുളിച്ചൂല എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഇനി അപ്പയുടെ കൂടെ പോകുമ്പോ പൊക്കോ. അവിടെ എപ്പോ ചെന്നാലും വീഡിയോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് 150 തോന്നുന്നു. മാർജിൻ ഫ്രീയിലെ കറക്റ്റ് റേറ്റ് ഞാൻ മറന്നുപോയി. ബില്ലിലുണ്ടായിരുന്നു. ബില്ല് കളഞ്ഞു കാണാം. 1 വലുതാ. ഇത് അടുത്ത 2. ഇത് മറ്റേ നമുക്കുള്ള മോഡല് തന്നെ. എന്താ അതിനും ഇതിനും തമ്മിലുള്ള പ്രത്യേകതയാ? ഇതിങ്ങനെ കണ്ണീച്ച ഒന്നും കയറില്ല, അങ്ങനെയുള്ള ഇതാ. അത് ശരി. കുറച്ചുകൂടെ ഹോള് ഇങ്ങനെ ആവശ്യമുള്ള പഴവർഗ്ഗങ്ങളൊക്കെ മൂടാൻ ഇത് മതി. ഇത് ഇങ്ങനെ ഈ ഇതൊക്കെ കറികള് എടുത്ത് വെക്കാനും അങ്ങനെയുള്ള സാധനങ്ങള് ഇപ്പൊ പുട്ടോ എന്തെങ്കിലുമൊക്കെ ചുട്ടേച്ച് മൂടി വെക്കാനൊക്കെ ഇടാൻ നല്ലത്. ഒരു സാധനം കേറൂല ഇതിലിരിക്കുന്നത്. പിന്നെ ഒരു യെല്ലോ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്. ഇതിന്റെയൊക്കെ കളർ ഡാമേജ് ആയി. ഇപ്പൊ ഒരു നല്ലത് മേടിച്ചതാ. ഇത് കുറച്ചുകൂടെ ഹോൾസ് ഉണ്ട്, പക്ഷെ സാധനങ്ങളൊന്നും കേറൂല. എങ്കിലും ഇത് മറ്റുള്ള സംഗതികൾ വെക്കാനായിട്ട്, ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ. കാലത്ത് ഈ മോഡൽ മാത്രമേ ഉണ്ടായി. അതെ, ശരിയാ. ഈ മോഡൽ ഇറങ്ങിയിട്ട് ഒരു 6-7 കൊല്ലമായിട്ടുണ്ട്. ഒന്നും കേറൂല അതിനകത്ത്. എയർ തന്നെ കേറാൻ ഇച്ചിരി പാടാണോ? അപ്പൊ അത് ശരിക്കും ഇഡലിയോ ദോശയോ ഒക്കെ ചുട്ടയച്ചിപ്പോ അപ്പ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ഇപ്പൊ കഴിക്കുന്നില്ലെങ്കിൽ മൂടി വെച്ചാൽ ഒരു സാധനമായിട്ടായിട്ട് വരും. അങ്ങനെയുള്ള ഐറ്റം അത് 3 പിന്നെ ഉഴുന്നാട മേടിച്ചത് കണ്ടല്ലോ. പിന്നെ വേറെ ഉഴുന്നാട തീർന്നോ? ഉഴുന്നാടയൊക്കെ തീർന്നു. അതില് പാലക്കാട്ടെ ചേച്ചി ലീല ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലീലാരാജൻ എന്ന് പറഞ്ഞ ചേച്ചി, ഇപ്പോഴും ഉഴുന്നാട കിട്ടുമോ ലീനോ? ഇത് അത്ര നീറ്റ് ആണോന്നോ കടക്കാൻ. ഇവിടെ എന്റെ ഹസ്ബൻഡ് ആ ചോദ്യം എന്നോട് ചോദിച്ചതാ. പക്ഷെ എനിവേ എനിക്ക് തരണോന്ന് തോന്നി. ഞാൻ മേടിച്ച് കഴിച്ചു. പക്ഷെ ഇത്തവണ മേടിച്ചത് പഴകിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലായിരുന്നെന്ന് എനിക്കും തോന്നിയത്. അതിന് ടേസ്റ്റ് ഒന്നും ഇല്ല, വികാരം ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ ആ സാധനം പഴയതല്ലായിരുന്നു കേട്ടോ. പക്ഷെ അത് കാരണം ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചു കഴിച്ചു. അതൊരു പാക്കറ്റേ മേടിച്ചുള്ളൂ, അത് തീരുകയും ചെയ്യും. അതെ. അപ്പൊ ഇതൊക്കെയാണ് ഷോപ്പിംഗ്. പിന്നെ വേറെ ഒന്നും നമ്മൾ മേടിച്ചില്ല. പിന്നെ ബ്രോഡ്വേ ഷോപ്പിംഗ് അത് ഓർമ്മയില്ലേ? അല്ല, പെരുന്നാളിന്റെ ഞാൻ പറഞ്ഞു. പെരുന്നാളിന് ഇത് ഷോപ്പിംഗ് എടുത്താട്ടോ. മാർജിൻ ഫ്രീ എന്നാണ് എടുത്തത്. ഇത് കടക്കാരന്റെ മേടിച്ചത്. അപ്പൊ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.